ഹലോ, എന്താണ് വിശേഷം? സുഖമല്ല എല്ലാവർക്കും? നമുക്കെല്ലാവർക്കും ഉണ്ടാവില്ലേ കിച്ചണിൽ കയറുന്ന ആൾക്കാർക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഫുഡ്, കുക്ക് ചെയ്യാൻ ഇഷ്ടമല്ലാത്ത ഫുഡ്, കുക്ക് ചെയ്തിട്ട് ആരെങ്കിലും കുക്ക് ചെയ്തിട്ട് നമുക്ക് കഴിക്കാൻ ഇഷ്ടമില്ലത്, കഴിക്കാൻ ഇഷ്ടമില്ലത്, അങ്ങനെ പല പല ഇഷ്ടങ്ങളുണ്ടാവില്ല നമുക്ക്. അതുപോലെ തന്നെ എനിക്ക് കുക്ക് ചെയ്യാനും അതുപോലെ തന്നെ കഴിക്കാനും വലിയ ഇഷ്ടമില്ലാത്തൊരു സംഭവമായിരുന്നു കേട്ടോ ഈ ഉപ്മാവ്. അതും ഈ ഖത്തറിൽ വരുന്നതിന് മുമ്പ്. ഖത്തറിൽ വന്നതിന് ശേഷം ഞാൻ ഉപ്മാവിന് പ്രണയിച്ച കഥയായിട്ട് പറയുന്നത്. എനിക്കിപ്പോൾ കുക്ക് ചെയ്യാനും ഇഷ്ടമാണ്, ഭയങ്കരമായിട്ട് കഴിക്കാനും ഇഷ്ടമാണ്. അതെൻ്റെ ഒരു ചങ്ങായി കാരനാണ്. ഒരു 14 വർഷം മുമ്പത്തെ കഥയാണ്. എൻ്റെ കൂടെ കോളേജ് ടൈമിൽ അവിടെ പഠിച്ചിരുന്ന ഒരാൾ ഇവിടെ ഫാമിലി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവളെ വിളിച്ച് അഡ്രസ്സൊക്കെ തപ്പിയെടുത്ത് അവരുടെ അടുത്തേക്ക് പോയൊരു ദിവസം. കുറേ കൊല്ലത്തിന് ശേഷം കണ്ട എക്സൈറ്റ്മെൻറ്റിൽ കുറച്ച് വർത്താനം പറഞ്ഞു. പിന്നെ അവൾ ചായ എടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കിച്ചണിലേക്ക് പോയിട്ടാണ്. അപ്പോൾ ഞാനും പോയി അവളെ കൂടെ. പിന്നെ അവൾ ചായ ഉണ്ടാക്കി. അപ്പോൾ ഓൾറെഡി അവിടെ ഉപ്മാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ, അവളുടെ ഹസ്ബൻഡ് രാവിലെ പോകുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കും കൂടി ഉപ്മാവ് വന്ന്, ഞാനും എനിക്ക് തോന്നുന്നു മോളും ഉണ്ടായിരുന്നു ആ സമയത്ത്. ഉപ്മാവ് എന്ന് കണ്ടപ്പോഴേ എനിക്ക് വലിയൊരു മൂഡില്ലായിരുന്നു, കാരണം എനിക്കിഷ്ടമില്ല ഇത് ഉണ്ടാക്കാനും കഴിക്കാനും, അതുകൊണ്ട് തന്നെ ഒരു മൂഡുണ്ടായിരുന്നില്ല. പക്ഷേ ഞാനത് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ടേസ്റ്റി ആയിട്ട് തോന്നി. എന്താണെന്നറിയില്ല, ഭയങ്കര സോഫ്റ്റും ഭയങ്കര ഫ്ലേവേർഡും അത്യാവശ്യം മസാലയൊക്കെ ആക്കിയിട്ട്. അന്നാ ഞാൻ ആലോചിച്ച് ഇങ്ങനെയും ഉപ്മാവ് ഉണ്ടോ. അപ്പോൾ ഞാൻ അവളുടെ റെസിപ്പിയൊക്കെ ചോദിച്ച്. ഉപ്മാവ് തന്നിട്ട് അന്തം വിട്ടിരിക്കുന്ന എന്നെ കണ്ടിട്ട് അവൾ എനിക്ക് കുറച്ച് ഉപ്മാവ് പൊതിഞ്ഞും തന്നു വീട്ടിലേക്ക്. അപ്പം ഞാനത് ആസ്വദിച്ച് കഴിക്കുകയും ചെയ്തു വീട്ടിലെത്തിയിട്ട്. അന്ന് മുതലാണ് ഞാൻ ഉപ്മാവ് ഉണ്ടാക്കാൻ തുടങ്ങിയതിന്. അവൾ പറഞ്ഞു തന്ന പോലെ തന്നെ ഉണ്ടാക്കിയിട്ട് അടിപൊളിയായിട്ട് ആയിട്ടൊന്നുമില്ല കേട്ടോ. 1-2 പ്രാവശ്യം ഫ്ലോപ്പ് ആയിട്ടുണ്ട്. ഉപ്മാവിൻ്റെ മെയിൻ പ്രശ്നം നമ്മളതിൽ വെള്ളം ചേർക്കുമ്പോഴാണ് പെട്ടെന്ന് അത് കട്ടിയായിപ്പോവും. അതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കുമ്പോൾ കുറച്ച് നെയ്യും ചേർക്കും, അതുപോലെ തന്നെ ആവശ്യത്തിലധികം വെള്ളവും ചേർത്തിട്ട് നല്ലോണം തിളക്കുമ്പോഴാണ് റവയിട്ട് നന്നായി ഇളക്കിയിട്ട് ചെയ്യാറ്. ഞാനിപ്പം വന്നത് ഇപ്പോൾ ഉപ്മാവ് ഉണ്ടാക്കാൻ നിങ്ങളെ പഠിപ്പിക്കാനല്ല. ഒരു കാരണമില്ലാണ്ട് നമ്മൾ ഇഷ്ടപ്പെടാതെ ചിലപ്പോൾ ഫുഡ് ഉണ്ടാവും, ചിലപ്പോൾ നമുക്ക് ഇഷ്ടം ഉണ്ടാവും, ഉണ്ടാക്കി കഴിക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല. ആരെങ്കിലും ഉണ്ടാക്കി തീർന്നതായിരിക്കും ഇഷ്ടം, ചിലപ്പോൾ മടി കൊണ്ടായിരിക്കും, ചിലപ്പോൾ അറിയാത്തതുകൊണ്ടായിരിക്കും, ചിലപ്പോൾ ഒരു കാരണമില്ലാണ്ട് ഫ്ലോപ്പ് ആവുമെന്ന് വെറുതെ വിചാരിച്ചിട്ട് ഉണ്ടാക്കാൻ മടിച്ചിട്ടായിരിക്കും. അപ്പോൾ ഇത് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡല്ല കേട്ടോ, ഇഷ്ടമില്ലാത്ത ഫുഡ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതിൻ്റെ റീസൺ കൂടി നമുക്കൊന്ന് ആലോചിക്കാമല്ലോ. മുമ്പ് എനിക്കൊരു ഫുഡും കൂടി ഉണ്ടായിരുന്നേ, നമ്മളെ നാട്ടിൽ നോമ്പിന് മാത്രം ഉണ്ടാക്കുന്ന പോളാന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ നമുക്കൊരു വിചാരം, നമുക്കൊന്നും ഇത് ശരിയാവില്ല, ഈ പോള പുറത്തുനിന്ന് തന്നെ വാങ്ങണം, നമുക്ക് ഉണ്ടാക്കിയാൽ ശരിയാവില്ല. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റി. ഇപ്പോഴും പോള ഉണ്ടാക്കാണ്ട് പുറത്തുനിന്ന് തന്നെ വാങ്ങുന്ന ആൾക്കാരുണ്ട്. ഇനി ഒരൈറ്റം കൂടി എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുണ്ട്, നമ്മളെ കണ്ണൂർ സ്പെഷ്യൽ മുട്ടമാല. അതും എൻ്റെ തോട്ടിപ്പം അങ്ങനെയാണ്, എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, അത് എവിടെ നിന്നെങ്കിലും വാങ്ങണം. അപ്പോൾ ഇൻഷാല്ലാ ഒരു ദിവസം അതും ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടക്കഥ ഇവിടെ പറയണ്ട, ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഫുഡ് ഉണ്ടെങ്കിൽ മെൻഷൻ ചെയ്യാം. ചിലപ്പോൾ 1-2 ടിപ്സ് കൊണ്ട് ചിലപ്പോൾ നമുക്കത് നല്ലോണം ഇഷ്ടപ്പെടാനും പറ്റും. ഉപ്മാവിൻ്റെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല കുറുകിയിട്ട് ഞാൻ കടലക്കറിയാണ് നോക്കിയിട്ടുള്ളത്. കടലക്കറി ഇതിൻ്റെ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, വേണ്ടവർ അതിൽ പോയി കാണാം. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം, ബാക്കി നമുക്ക് കമൻറ്റ് ബോക്സിൽ കാണാം. വീഡിയോ കാണുന്നവരുടെ ഒരു കുഞ്ഞ് കമൻറ്റെങ്കിലും ഞാനിവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു കുഞ്ഞ് കമൻറ്റ് എനിക്കൊരു വലിയ സന്തോഷം തരുന്നൊരു കാര്യമാണ്.